ഭാഗ്യം നമ്മൾ വെളിച്ചം കുറഞ്ഞാൽ ഒരു 4:30 മണിക്ക് രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് കണ്ടുകൊണ്ട് അതിനു വേണ്ട മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി. ഉച്ച മുതൽ അതിൻ്റെ ഒരു പ്ലാനിങ് നടത്തി. അതിൻ്റെ ഭാഗമായി 7:30 മണി വരെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായി. ഒരു പാലം സമാന്തരമായി നിർമ്മിക്കാനായി, ലൈറ്റിംഗ് വെച്ചു, മറ്റ് സംവിധാനം വെച്ചു, എക്സ്ട്രാ കയർ കൊടുത്തു. അങ്ങനെ ഇന്നലെ മാത്രം ഒരു 484 പേർ അവിടെ പോയവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റി. ഇല്ലെങ്കിൽ വലിയ പ്രയാസമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഒന്ന് പുഴ ഒഴുക്ക് കുറയും, മഴ കാലാവസ്ഥ കുറേ കൂടി അനുകൂലമാണെന്ന് കരുതുന്നു. അതുപോലെ അവിടെ ഇനി വല്ല ആളുകളുടെ മൃതദേഹങ്ങളുണ്ടെങ്കിൽ അത് എത്തിക്കാൻ സാധിക്കുന്ന നിലയുണ്ടാവും. എന്തായാലും എല്ലാ നിലയിലും ഇന്നലെ ഇപ്പോൾ വളരെ വൈകി നിങ്ങൾ കണ്ടില്ലേ, ആളുകൾ, സർക്കാർ സംവിധാനങ്ങൾ വളരെ ഏകോപനത്തോടുകൂടി പോകുന്നു. അതോടൊപ്പം ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, ജനങ്ങൾ എല്ലാ നിലയിലും ഇടപെടുകയാണ്. തൊട്ടടുത്ത ജില്ലകളിലുള്ളവരും ഞങ്ങളുടെ ജീവൻ പോലും വേണ്ടിയില്ല, ഞങ്ങൾ ഇടപെടാൻ തയ്യാറാണെന്നുള്ള നിലയിലാണ് ഇടപെടൽ. അത് വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. അതൊരു പ്രത്യേകതയാണ്, കേരളത്തിൻ്റെതായ ഒരു പ്രത്യേകതയാണ്. എല്ലാ നിലയിലും ആളുകൾ ഇടപെടുന്നു. അത് മുഴുവൻ ഇനി എന്താണ് ആവശ്യം എന്ന് ചോദിക്കുകയാണ്. ഇനി എന്താണ് ഇനി എന്താണ് ആവശ്യം? ഇപ്പം ഞങ്ങൾ ഇന്നലെ അവിടെ രക്ഷാപ്രവർത്തന കേന്ദ്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കാണുന്നത് ഒരു വല്ലാത്ത ഒരു നിലപാടോടു കൂടിയാണ് ആളുകൾ. കണ്ടില്ലേ, എല്ലാവരും ഒരു വല്ലാത്തൊരു വൈകാരികമായിട്ടാണ്. ഞങ്ങൾക്ക് എന്ത് പറ്റിയാലും വേണ്ടിയില്ല, ഒരാൾ പോലും അവിടെ ഉണ്ടാകരുത്, അവിടെ ഉള്ളവരെ രക്ഷിക്കണമെന്നുള്ള നിലയിലാണ് വരുന്നത്. കാലാവസ്ഥ കുറച്ചും കൂടി തെളിഞ്ഞല്ലോ, കാലാവസ്ഥ തെളിയുന്നുണ്ട്. കൂടുതൽ സൗകര്യമായിട്ട് വരും, കാലാവസ്ഥ അനുകൂലമാവുന്നു. അതുമാത്രമല്ല, ഇതിൽ കണ്ടൊരു വേറൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്, ഈ ക്യാമ്പ്, അതുപോലെ തന്നെ ആശുപത്രി, അവിടെയൊക്കെ എല്ലാ നിലയിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിലൊരു പ്രയാസം, ഈ ആശുപത്രിയിലൊക്കെ 2 കാലൊടിഞ്ഞവർ വരെ സ്വന്തം കാലൊടിഞ്ഞതിൻ്റെ പ്രയാസത്തിലല്ല, ഒറ്റവരെ നഷ്ടപ്പെട്ടു. സ്വന്തം വീട്ടിൽ ഒരുമിച്ച് അത്താഴം കഴിച്ചവർ നഷ്ടപ്പെടുന്നു. ഒരു വീട്ടിൽ 2 മുറിയിൽ കഴിഞ്ഞാൽ ഒരു മുറിയിലുള്ളവർ തകർന്നു, അപ്പുറത്തെ മുറിയിലുള്ളവർ രക്ഷപ്പെട്ട അനുഭവമുണ്ട്. ഒരു കുട്ടി സ്ഥിരമായി കിടക്കുന്ന മുറിയിൽ അന്ന് വാതിലടച്ചുപോയി, ഇപ്പോൾ തൊട്ട വരാന്തയിൽ കിടന്നു. ആ കുട്ടി രക്ഷപ്പെട്ടു, ആ മുറിയിലുള്ളവർ ഇല്ലാതായി. ഒരു വീട്ടിൽ 9 പേരെ നഷ്ടപ്പെട്ടു. ഒരു കുട്ടി വെക്കേഷന് വന്ന് 2 ദിവസം നിന്ന് പോകാൻ വന്നാണ്, നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ ആശുപത്രി കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തമെന്ന് പറയുന്നവർ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ്. അവർക്ക് ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, മെൻ്റലി അവരെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇവിടെ എത്തുന്നുണ്ട്, യോഗങ്ങൾ വിളിക്കുന്നുണ്ട്, എല്ലാ നിലയിലും ഇടപെടുന്നുണ്ട്. അങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അല്ല, അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. സാധ്യമാകുന്ന സാധ്യമാകുന്ന എല്ലാ വഴികളും നമ്മൾ സ്വീകരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത, എല്ലാ വഴികളും സ്വീകരിക്കും. ഏഴിമലയിൽ നിന്നും നേവൽ ടീമും എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വളരെ വൈകിയാണ് അവരവിടെ എത്തിയത്. ഇപ്പോൾ അവരും ഇതിൻ്റെ ഫീൽഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വലിയ ആശ്വാസമായിരിക്കും. 68 പേര് ഉള്ളടങ്ങിയ ടീമാണ്. അപ്പോൾ അവർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് അവരും ഇടപെടും. അത് നമുക്ക് രക്ഷാപ്രവർത്തനത്തിന് ഏറെ സഹായകരമായിരിക്കും ആ നിലയിൽ. അതെ, ഇന്ന് സാധ്യതക്കനുസരിച്ച് അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും. റാണിമല വനറാണി എസ്റ്റേറ്റുകളിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ, അന്യം എന്ന് പറയരുത്, ഇതര സംസ്ഥാന തൊഴിലാളികൾ അവര് കുടുങ്ങിക്കിടക്കുന്നതായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും.